ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു വാക്കുണ്ട്. അത് വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തൊരു സന്തോഷമാണല്ലേ. ആ വാക്ക് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. പിലാത്തോസ് ഒരു മേലെഴുത്തെഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അതിന് നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരിക്കുന്നു. യേശുവിനെ കുറിച്ച് പിലാത്തോസ് എഴുതുന്നതാണ്, നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് പിലാത്തോസ് എഴുതി. അതിനുശേഷം യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ പിലാത്തോസിനോട് പറയാം, യഹൂദന്മാരുടെ രാജാവ് എന്നല്ല, ഞാൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് അവൻ പറഞ്ഞു എന്ന് എഴുതണമെന്ന്. അവനാണ് പറഞ്ഞത് യഹൂദന്മാരുടെ രാജാവാണ് ഞാനെന്ന്. അതാണ് ക്രൂശിന്മേൽ, ആ ക്രൂശിൽ പതിപ്പിക്കേണ്ടത് എന്ന് മഹാപുരോഹിതന്മാർ പറഞ്ഞപ്പോൾ പിലാത്തോസ് ഞാൻ എഴുതിയത് എഴുതി, ഇനി അത് മായ്ക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് നമ്മുടെ ദൈവം എഴുതിയത് മാത്രമേ ഭൂമിയിൽ നടക്കത്തുള്ളൂ. പിലാത്തോസ് ഇനി അത് മായ്ച്ചു കളയാൻ പറ്റത്തില്ല. നമ്മളെക്കുറിച്ച് തലവിധി, നമ്മുടെ തലയിൽ തമ്പുരാൻ എന്താണ് എഴുതിയത് അതുമാത്രമേ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. ഇല്ല, വേറൊരാളൊരു പുതുതായിട്ട് നമ്മളെക്കുറിച്ച് എഴുതുന്നത് ഒരിക്കലും ജീവിതത്തിൽ നടക്കത്തില്ല. കുറച്ച് കാലം ഭൂമിയിൽ അങ്ങനെ അങ്ങ് പോകും. സന്തോഷത്തോടുകൂടി കുറച്ച് കാലം അവരവരെഴുതുന്ന അവരവരുടെ തീരുമാനങ്ങൾ കുറച്ച് നാൾ പോകും. പക്ഷെ നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ എഴുത്ത് മാത്രമായിരിക്കും. ഒരു മകനെക്കുറിച്ചോ ഒരു മകളെക്കുറിച്ചോ ദൈവത്തിന് എന്താണ് പദ്ധതി, ആ പദ്ധതി മാത്രമേ ഭൂമിയിൽ നടക്കത്തുള്ളൂ. ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.